എന്തിനു വേണ്ടിയാ ഞങ്ങൾക്ക് ഈ സ്വീകരണമൊക്കെ? നിങ്ങള് ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ മുഖ്യ ആളാ. അങ്ങനെ ഒരാളെ ഞങ്ങളും ബഹുമാനിക്കണ്ടേ? അതുകൊണ്ടാണ് എല്ലാ ബഹുമാനത്തോടും കൂടി നിങ്ങളെ സ്വീകരിക്കാൻ വന്നത്. വരൂ. എന്താ പൂജാരി, ആരെയാണ് ഇത്ര ആദരവ് കൊടുത്ത് സ്വീകരിക്കുന്നത്? ഈ നിൽക്കുന്ന ഭിക്ഷക്കാരെയാണോ? റോഡിൽ ഇഡ്ഡലിയും ദോശയും വിൽക്കുന്ന ഇവരെയാണോ നിങ്ങൾ പൂർണ്ണ ആദരവ് കൊടുത്ത് സ്വീകരിക്കുന്നത്? ഇതുവരെ ഇവരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് ടൈമിനെത്തി. നമ്മളതിന് ഫോൺ ചെയ്തെല്ലാം പറഞ്ഞില്ലേ? ഇനി കഥ മാറും ആന്റി. ഇദ്ദേഹം അമ്പല കമ്മിറ്റിയിലെ മുഖ്യ ആളാ. അവര് എപ്പോ ഇവിടേക്ക് വന്നാലും സ്വീകരിക്കുന്നത് ഞങ്ങളുടെ ശീലമാ. ഒരു കാലത്ത് ഇവർ അധികാരിയായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പൊ ഇവര് ഭിക്ഷാടകരാണല്ലോ. ഭിക്ഷ എടുക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഇവർക്ക് വേദമന്ത്രങ്ങൾ, പൂർണ്ണകുംഭം, ആചാര സമ്പ്രദായങ്ങളൊക്കെ ചേരുന്നതാണോ? ഞങ്ങളെ വരവേൽക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അവരായിട്ട് ചെയ്യുന്നതാ. കൊടുക്കുന്നത് പോട്ടെ, അത് സ്വീകരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കണ്ടേ മോളെ? പൂജാരിയുടെ കൈകൊണ്ട് ആദരവ് സ്വീകരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്? നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളാണോ, അതോ പറ്റിക്കലും വിശ്വാസവഞ്ചനയോ? ഇനി അതുപോലെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് പാപം ചെയ്യുന്നതാണോ നിങ്ങൾ അർഹത? ഇരുപത്തിയഞ്ച് നാടുകൾക്ക് ഞാൻ നേതാവാണ്. അതായത് ആയിരക്കണക്കിന് ആളുകൾ എന്റെ പിന്നിലുണ്ട്. എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ലീഡർ, ഭാവിയിലെ മിനിസ്റ്റർ. അതിനിപ്പോ എന്താ? ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ക്ഷേത്രം. അതിനിടയിൽ നിങ്ങൾ തലയിടേണ്ട ആവശ്യം എന്താ? ഈ നാട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട് മക്കളെ. വീടും സ്ഥലവും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെക്കാളും കൂടുതൽ യോഗ്യത ഞങ്ങൾക്ക് തന്നെയാ. ഈ സ്വീകരണം ഞങ്ങൾക്ക് തന്നെ കിട്ടണം. സ്വീകരണവും ആദരിക്കലും ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് തരുന്നതല്ല. ദൈവസന്നിധിയിൽ പ്രശ്നങ്ങൾ എന്തിനാ പൂജാരി? സാർ, അവർക്ക് തന്നെ സ്വീകരണം കൊടുത്തേക്കൂ. ഭാഭി പാവം പേടിച്ചു പോയല്ലേ? സിറ്റിയിൽ നിന്ന് പേടിച്ച് ഈ നാട്ടിലേക്ക് വന്നതുപോലെ
ഇവിടെ ഞങ്ങളെ കണ്ട് പേടിച്ചു പോവാണോ? എന്റെ പൂർവികരൊക്കെ നീതിമാന്മാരായിരുന്നു. വേണമെങ്കിൽ എന്റെ വായുടെ മണം പരിശോധിച്ചു നോക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മഹിമ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? അത് പേര് വലുത് നാട് ചെറുത് എന്ന് പറയുന്നത് പോലെ കഴിവില്ലാത്തവർ ഓടിപ്പോകാതെ പിന്നെ എന്ത് ചെയ്യാനാ? വീണ്ടും കർണ തടി കിട്ടുവോ? ഇവളുടെ മുമ്പിൽ എന്റെ മാനം പോവല്ലോ. സാർ 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 അമ്പലത്തിൽ വെച്ച് ആരെ അടിക്കരുത് സാറേ. അത് മാത്രമല്ല MLA സാറിന്റെ കാല് ഒടിഞ്ഞിരിക്കുക. ബലഹീനനെ അടിക്കരുത് സാർ. വൈകല്യമുള്ള ആളിനോട് കരുണ കാണിക്കണം സാർ. അതുകൊണ്ടാ ഞാൻ മിണ്ടാ നിൽക്കുന്നത്. തിരിച്ചു പോകാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്, എല്ലാം നിറവേറ്റാൻ വേണ്ടിയാ വന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോളാം. ഇനി ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ വെറും അഭിരാം മാത്രമായിരിക്കില്ല, നരസിംഹ. സാറിനെ ഞാൻ സൂപ്പറായിട്ട് സേവ് ചെയ്തു. സാർ ഒന്ന് ഇങ്ങോട്ട് വന്നേ. സാർ വാടാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുന്നോ? കൊന്നുകളയും നിന്നെ ഞാൻ. അല്ല പിന്നെ. പൂജാരി സാർ. മന്ത്രം ചൊല്ലിക്കോ. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്. हरि ओं श्रीमन्महागणाधिपते नमः। महालक्ष्मी देवताभ्यो नमो नमः। श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यम्। ഹരി ഓം. മാഡം പൂജാ സാധനങ്ങളൊക്കെ തന്നോളൂ. ആദ്യം ഞങ്ങളുടെ പൂജ നടക്കണം. ശരി. കൊടുക്ക്. സാർ ശ്രീമന്മഹാഗണാധിപതയേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ.
കാവേരി. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അനിയത്തെ പിടിച്ചു തള്ളിയത്? നിന്നെ ഒരു കാരണമില്ലാതെ അവൾ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്വീകരണം ഞങ്ങൾക്ക് കിട്ടിയതിന് ദേഷ്യം മനസ്സിൽ വെച്ച് ആ ദേഷ്യം കൊണ്ട് തന്നെ നീ എന്നെ അസൂയയോടെ തള്ളിയിടുകയായിരുന്നല്ലേ? അത് തന്നെയല്ലേ കാരണം? അല്ല, അമ്പലത്തിൽ നിന്നിട്ട് എന്തിനാ വസു കള്ളം പറയുന്നേ? അവര് നമ്മുടെ ശത്രുക്കളായിരിക്കാം. അതുകൊണ്ട് ഇത്രയും അസൂയ പാടില്ല കേട്ടോ. നിങ്ങൾ അസൂയ തോന്നിയിട്ടാ അവരെ തള്ളിയിട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അവർക്ക് മനസ്സിലാവാതിരിക്കോ? അങ്ങനെ ചോദിക്കേ. ആദ്യം പൂജ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞതിന് പിടിച്ചു തള്ളുവാണോ? ഞാൻ നിന്നെ തള്ളി വിട്ടത് അതിനല്ല. ഒന്ന് മുകളിലേക്ക് തല പൊക്കി നോക്ക്, ഒരു പാമ്പുണ്ട്. അയ്യോ, പാമ്പ്. ഇപ്പൊ മണിയടിച്ചിരുന്നെങ്കി ആ പാമ്പ് കയ്യിൽ കൊത്തിയനെ. അതുകൊണ്ടാ നിന്നെ തള്ളിയിട്ടത്. എന്നെ പാമ്പ് കടിച്ചാ അതിന് നിനക്കെന്താ? എല്ലാരുടെ മുന്നിൽ വെച്ച് തള്ളിയിട്ട് ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു. മര്യാദയ്ക്ക് സോറി പറഞ്ഞോ. അവളെന്തിനാ നിങ്ങളോട് സോറി പറയണം? നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളാണ് അവളോട് താങ്ക്സ് പറയേണ്ടത്. പാമ്പ് കടിച്ചാ മരിക്കുന്നത് ഞാനാ. അതിന് ഇവൾക്കെന്താ? എന്നെ രക്ഷിക്കാൻ ഞാൻ ആരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല. ഇവളെന്താ ഇങ്ങനെ? ഇവക്ക് അഹങ്കാരം മാത്രമല്ല, ഭ്രാന്തുണ്ടെന്നാ തോന്നുന്നേ. ഇങ്ങനെയുള്ളവരാ ഇവർക്ക് കറക്റ്റ് ആന്റി. മര്യാദയ്ക്ക് സോറി പറയുന്നുണ്ടോ ഇല്ലേ? എന്താ മോളെ ഇങ്ങനെ? ആ വസു നിന്നെ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും നിന്നെ ഈ പാമ്പ് കടിച്ച് നീ ചത്തുപോയേനെ. എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോയേനെ മോളെ. അപ്പോ അവൾ എനിക്ക് ജീവൻ ഭിക്ഷ തന്നുന്നാണോ ഏട്ടൻ പറയുന്നേ? ലൈഫ് ലോങ് അവളുടെ പേര് പറഞ്ഞു വേണോ ഞാൻ ഇനി ജീവിക്കാൻ? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? എന്നെ തള്ളിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ മരുമകളാ. വാസു നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്തത്? എനിക്ക് നന്മ ചെയ്യാൻ നിങ്ങളൊക്കെ ആരാ? എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രം മതി. അറിയാതെ രക്ഷിച്ചതാന്ന് പറഞ്ഞ് ഒരു സോറി പറഞ്ഞേക്കും മോളെ. നമ്മുടെ പൂജയ്ക്കുള്ള ടൈമായി. സത്യവസുന്ധരെ, ബുദ്ധിയില്ലാത്തവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ സമയമാണ് ഇമ്പോർട്ടന്റ്. നിന്നെ പോലൊരു പെണ്ണിനെ രക്ഷപ്പെടുത്തിയത് ശരിക്കും എന്റെ തെറ്റാ. സോറി. ഇനി ഇതുപോലുള്ള തെറ്റ് ആവർത്തിക്കില്ല. മണിയടിക്കുകയോ പാമ്പിന്റെ കൊത്തുകൊള്ളോ എന്തോന്ന് വെച്ച് ചെയ്തോ. മാഡം, ഒരു കമ്പ് കൊണ്ടുവാ. ഈ പാമ്പിനെ ഇപ്പൊ തന്നെ അടിച്ചു കൊല്ലണം. ശരി മാഡം. ഇതൊരു ക്ഷേത്രമാണ്. ഇവിടെ വെച്ച് ജീവൻ എടുക്കുന്നത് പാപമാണ്. അതെന്നെ കൊത്താൻ വന്നതാ. അതുകൊണ്ടല്ലേ അവളെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോ ആ പാമ്പിനെ നിങ്ങൾ രക്ഷിക്കുവോ? ക്ഷേത്രത്തിൽ പാമ്പ് വന്നാൽ അതിന് ദേവസർപ്പമെന്നാണ് പറയാറ്. അങ്ങനെയുള്ള സർപ്പത്തോട് ദ്രോഹം പാടില്ല. അതെ മാഡം, നമ്മൾ ഉപദ്രവിക്കാതിരുന്ന അത് അതിന്റെ പാട് നോക്കി പൊക്കോളൂ. ഇനിയിപ്പോ അതാരെങ്കിലും കടിച്ചു വന്നാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയോ?
ഇവള് നമ്മൾ ആള് വിചാരിച്ചതുപോലെയല്ല, നല്ല പിടിവാശിക്കാരിയാണെന്ന് തെളിയിച്ചിരിക്കുക. അതല്ലേ ഞാൻ പറഞ്ഞത് ആന്റി, ഇങ്ങനെയുള്ള ലേഡി വില്ലൻസാ ഇവർക്ക് പറ്റിയത്. ഓഹോ, ആ പാമ്പിന്റെ പ്രശ്നമൊക്കെ വിട്, നമുക്ക് പൂജ കഴിഞ്ഞിട്ട് പോകാം. അതെന്നെ കൊത്താൻ വന്നതല്ലേ ഏട്ടാ, അതിനെ എങ്ങനെ വിടാൻ കഴിയും? ഓ, മാഡം പാമ്പ് പോയി മാഡം. ഇവരെ പോലെ അതും പേടിച്ച് ഓടിയതായിരിക്കും. പൂജാരി, പൂജയൊന്നും ഇനി വേണ്ട, പെട്ടെന്ന് ആരതി എടുത്തോളൂ. ശരി മാഡം. ओम तच्छय्यारा वृणीमहे गातुं यज्ञाय गातुं यज्ञपतये दैवी ए स्वस्तिरस्तु नः स्वस्तिर्मानुषेभ्यः ऊर्ध्वं जिगातु भेषजं शन्नो अस्तु द्विपदे शं चतुष्पदे अकालमृत्युहरणं सर्वव्याधिनिवारणं समस्तपापक्षेकरं परमेश्वरपादोदुकं पावनं शुभम्. പൂജാരി, നേർച്ചകൾ ചെയ്തു തന്നെ ആവണം. എത്ര സമയം വൈകാലും വേണ്ടില്ല, പൂജ നന്നായി നടത്തണം. ശരി സാർ. ഒരുപാട് ദിവസം കഴിഞ്ഞല്ലേ നിങ്ങൾ വന്നത്. നിങ്ങൾ തന്നെ പ്രസാദം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ പാചകം ചെയ്യാം. അന്നദാനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ പ്രസാദവും ഞങ്ങൾ ചെയ്യാം. എവിടെ വന്നാലും പാചകത്തിന്റെ ജോലി ഞങ്ങൾക്കാണല്ലോ. ദൈവത്തിന് പ്രസാദം ഉണ്ടാക്കുന്ന ജോലി ചെയ്താൽ അത് പുണ്യമല്ലേ സുമംഗലേ? ഏട്ടനെന്താ ഈസി ആയിട്ട് അങ്ങ് പറയുന്നത്? ആ ജോലിയൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളല്ലേ? ചെയ്തേ പറ്റൂ ഇളയമേ, വേറെ വഴിയില്ല. വീട്ടിൽ രക്ഷപ്പെട്ടാലും അമ്പലത്തിൽ അതുണ്ടാവില്ല. ഇന്ന് പാചകം മുഴുവൻ ഇളയമ്മ തന്നെ ചെയ്യണം. ആവശ്യമില്ലാതെ എന്തിനാ സംസാരിക്കുന്നത്? ഒന്ന് സമാധാനിക്ക്. എങ്ങനെയാണ് ഈ സമാധാനിച്ചിരിക്കുന്നത്? ജോലി എനിക്കല്ലേ. ശരി, വായട്ടെ, പ്രസാദം ഉണ്ടാക്കാം. ഒരു മിനിറ്റ്. നിങ്ങൾ കരുതുന്ന പോലെ അവർ നല്ലവരല്ല. വളരെയധികം സൂക്ഷിക്കണം. സാരില്ല പൂജാരി, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. ഏത് ദുഷ്ടശക്തികളെയും ഞങ്ങൾ നേരിടും. ഇതുവരെ എന്റെ ശരീരത്തിൽ ആരും കൈവച്ചിട്ടില്ല. അച്ഛനും അമ്മയും പോലും എന്നെ തല്ലിയിട്ടില്ല. അങ്ങനെയുള്ള എന്നെ ആ വസു ഇപ്പൊ തള്ളിയിട്ടിരിക്കുന്നു. എന്നിട്ട് എന്നെ രക്ഷിച്ചു, തെറ്റ് ചെയ്തെങ്കിൽ സോറി എന്നും അഹങ്കാരത്തോടെ എന്നോട് പറഞ്ഞിരിക്കുന്നു. അവളെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല. വിട്ടേക്ക് മോളെ, വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലോ. അഭിരാൻ ചേട്ടന്റെ കവിളെ തടിച്ചാലും ചേട്ടന് മിണ്ടാതിരിക്കാൻ പറ്റും. എന്റെ ശരീരത്തെ കൈവച്ച ആ വസുവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഏട്ടാ. പറഞ്ഞാ കേൾക്കില്ലേ? നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. പക്ഷെ ക്ഷേത്രത്തിൽ വേണ്ട മോളെ, ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിൽ പോയി ചെയ്യാം. ഈ ജനങ്ങൾ ഏട്ടന്റെ വോട്ടേഴ്സ് ആണെങ്കിൽ എനിക്കിവരെ സെർവൻസാ. ഞാൻ ഇവരെ ആരെയും പേടിക്കില്ല. ഇത്ര നേരം എവിടെ പോയതാടോ? ഇത് വാങ്ങിക്കാൻ മറന്നുപോയി സാർ, അതാ താമസിച്ചേ. ശരി, വാ പോ. മാഡം മാഡം മാഡത്തിനൊരു അത്ഭുതമായ ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? ആ വസുന്ധരയില്ലേ, പ്രസാദം ഉണ്ടാക്കാൻ പോവുക. അന്നദാനത്തിന് വേണ്ടി സാമ്പാറും തോരനും ഒക്കെ ഉണ്ടാക്കുന്നെന്ന്. നീ എന്താ പറഞ്ഞു വരുന്നേ? അവരെല്ലാം പാചകം ചെയ്ത് കഴിയുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്ത് വയറ് നിറച്ച് ആഹാരം കഴിച്ച് പോകാന്നാണോ? ക്ഷേത്രത്തിൽ പ്രസാദം കഴിച്ചാൽ പുണ്യം കിട്ടും സാർ. പിശുക്കന് ജനിച്ച മോനെ, നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ വേണം കഴിക്കാൻ, അല്ലാതെ ക്ഷേത്രത്തിലെ പ്രസാദമൊന്നും അല്ല കഴിക്കേണ്ടത്. നോക്കുമോളെ, ഇവൻ നമ്മുടെ മാനം കളയും. ഇവ കറക്റ്റ് ന്യൂസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏട്ടാ. അപ്പോ നീയും പ്രസാദം കഴിക്കണമെന്നാണോ പറയുന്നത്? ഇല്ല, ആ പ്രസാദം നശിപ്പിച്ച് വസുവിനൊരു വലിയ ആപത്തുണ്ടാകുന്നത് പോലെ പ്ലാൻ ചെയ്ത് ഞാൻ റിവഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. വേണ്ട മോളെ, ഇവിടെ വെച്ച് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഏട്ടന് പേടിയാണെങ്കിൽ വീട്ടിലേക്ക് പോയേട്ടാ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടേ വരൂ. നീ എന്താ ചെയ്യാൻ പോകുന്നത്? അതായത് ഞാനൊരു തീയാണ്. ആ വസു പാചകം ചെയ്യുന്നതും തീ കൊണ്ട് തന്നെയാ. ആ തീയും ഈ തീയും കൂടി ചേർന്നാൽ പഴം കൂട്ടാൻ. എന്താടാ പറയുന്നേ? അതെ, അവരുണ്ടാക്കുന്ന പ്രസാദത്തില് പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടാക്കും മാഡം. ചെന്ന് കാറിലൊരു വാട്ടർ ബോട്ടിലുണ്ട്, അതെടുത്തിട്ട് വാ. എന്തിനാ മാഡം, ദാഹിക്കുന്നുണ്ടോ?
പറഞ്ഞതനുസരിച്ചാ മതി. ചെല്. ഇത്രയ്ക്ക് വിവരമില്ലാത്ത ഒരുത്തനെ എന്തിനാ പി ആയി വെച്ചിരിക്കുന്നേ? രാഷ്ട്രീയത്തിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരെ നമ്മുടെ കൂടെ നിർത്താൻ പാടില്ല മോളെ. അതും ശരിയായിട്ടാ. അതുപോലെ വിവരമില്ലാത്തവനെയും കൂടെ നിർത്താൻ പാടില്ല. ബുദ്ധിശാലിയായ ശത്രുവിനേക്കാൾ വിവരമില്ലാത്ത കൂട്ടുകാരൻ കൂടുതൽ ആപത്താ. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. നേർച്ച നിറവേറ്റാനായി അമ്പല കമ്മിറ്റിയുടെ മുഖ്യമായ ആളും കുടുംബവും വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രസാദം അവര് തന്നെ ഉണ്ടാക്കിക്കോളും. നിങ്ങൾ പോയി മറ്റുള്ള ജോലികൾ ശ്രദ്ധിക്കൂ. ശരി പൂജാരി. നീയും പൊയ്ക്കോളൂ മോളെ. അങ്ങനെ ആയിക്കോട്ടെ പൂജാരി.